തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാറുകൾക്ക് തുടക്കമായി. താനൂർ ജംഗ്ഷനിൽ സന്ധിയില്ലാത്ത സമരകാലം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ അർഹതപ്പെട്ട സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്ന കേരളത്തോട് കേന്ദ്ര സർക്കാർ ജന്മി കുടിയാനോടെന്ന പോലെയാണ് പെരുമാറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി എന്ന ജന്മിയുടെ മുന്നിൽ യാചിക്കേണ്ട കുടിയാനായാണ് കേരളത്തെ കേന്ദ്രം കണക്കാക്കുന്നത്. സന്ധിയില്ലാത്ത പോരാട്ടത്തിലൂടെ ജന്മിത്വം അവസാനിപ്പിച്ച മണ്ണാണിത്. കേന്ദ്ര സംസ്ഥാന ബന്ധം ജന്മി കുടിയാൻ ബന്ധം പോലെയാണ് കേന്ദ്രം കരുതുന്നത്. പഴയ ഫ്യൂഡൽ മനോഭാവമാണ് RSS നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്. കാലം മാറിയത് അവർ അറിയുന്നില്ല. ഫെഡറൽ തത്വങ്ങൾ അവർ കാറ്റിൽ പറത്തുന്നു. ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ടുള്ള പ്രത്യേക വൈരാഗ്യവും വിദ്വേഷവുമുണ്ട്. അതിനെതിരെ കേരള ഹൈക്കോടതി തന്നെ പൊട്ടിത്തെറിച്ചത് നാം കണ്ടു. ദുരന്തമുഖത്ത് ഹെലികോപ്റ്ററും സൈന്യവും വന്നതിൻ്റെ ചെലവ് ആവശ്യപ്പെട്ട കേന്ദ്രത്തിൻ്റെ മനുഷ്യത്വ രാഹിത്യത്തെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. കേന്ദ്രത്തിൻ്റെ ഈ നെറികേടിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം അനിവാര്യമാണ്. ഒരൊറ്റ മനുഷ്യരായി ഒരുമിച്ച് നിന്ന് ആ സമരം ചെയ്യണം. സംസ്ഥാനത്തിന് വിഹിതം പങ്കുവയ്ക്കാതിരിക്കുവാൻ അനാവശ്യ സർചാർജും സെസ്സും പിരിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടേക്കാട് ഉണ്ടായതുപോലെ അത്തരം ദേശീയ ദുരന്തങ്ങൾ ഉണ്ടായാൽ കേന്ദ്രത്തിന്റെ കയ്യിൽ അത്തരം ദുരന്തങ്ങൾ ഉണ്ടായ സംസ്ഥാനത്തെ സഹായിക്കാൻ ജനങ്ങൾ നമ്മളിൽ നിന്നെല്ലാം പിരിച്ചെടുത്ത നികുതിയിൽ നിന്നുള്ള ഫണ്ടുണ്ട്. കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം തരാതെ വൈരാഗ്യത്തോടുകൂടി മനുഷ്യത്വമില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് പെരുമാറുമ്പോൾ അതിനെതിരെ സന്ധിയില്ലാത്ത സമരം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് കേരളത്തിന്റെ അവകാശം കേന്ദ്രം നിഷേധിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഒരൊറ്റ മനുഷ്യനെ പോലെ എഴുന്നേറ്റ് നിന്ന് കേരളത്തിന്റെ അവകാശം ചോദിക്കുകയും കേന്ദ്രത്തിന്റെ കിരാത നയത്തിനെതിരെ പൊരുതുകയും ചെയ്യും എന്ന് പ്രഖ്യാപിക്കാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും കള്ളക്കഥകൾ നിറഞ്ഞ അപവാദങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ആരെങ്കിലും കിട്ടുമെന്ന് കണക്കാക്കി അവരുടെ മുമ്പിൽ ഇവര് അക്രമത്തിന്റെയും ഹിംസയുടെയും ആളുകളാണ് എന്ന് പറഞ്ഞ് CPIM-നെയും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും യുവജന വിദ്യാർത്ഥി രംഗത്തെയും ഒക്കെ ഉഷരൻ സമര പ്രസ്ഥാനങ്ങളെയും അധിക്ഷേപിക്കുന്നത് ചില മാധ്യമങ്ങൾക്ക് ഒരു മനോരോഗം പോലെയാണ്. ഒരു മനോരോഗം പോലെയാണെന്ന് പറയുമ്പം ആ മനോരോഗം ബാധിച്ച മാധ്യമങ്ങളിൽ ഒരു പ്രധാന മാധ്യമത്തിന്റെ പേരും ഈ മനോരോഗം എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ട്. ആ കള്ളപ്രചാരവേല നടത്തുന്നതിലൂടെ ചോദിക്കുകയാണ്, സന്ധിയില്ലാ സമരം നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പൊരുതുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കന്മാർ വധിക്കപ്പെട്ടു. ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കന്മാർ വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കേരളത്തിൽ MLA ആയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ വേറെ ആരെയെങ്കിലും വധിച്ച ചരിത്രമുണ്ടോ? കുഞ്ഞാലി MLA ആയിരിക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ കൺവീനറായിരിക്കുമ്പോഴാണ് അഴീക്കോടന്റെ കൊലപ്പെടുന്നത്. ആ ഭാഗത്തേക്ക് അറിയാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പൊരുതുന്ന അവകാശ സമരങ്ങൾ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കാൻ മടി കാണിക്കാത്ത എതിരാളികൾ, കുത്തക മാധ്യമങ്ങൾ, അവർ ജനങ്ങളുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടി സന്ധിയില്ലാത്ത
സമരം നാം നടത്തുന്നതിനെ കുറിച്ച് മിണ്ടില്ല. ആ സമരനിലയങ്ങളിൽ നമ്മുടെ സഖാക്കൾ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുന്നതിനെ കുറിച്ച് മിണ്ടില്ല. പക്ഷെ ഇതൊന്നും കൊണ്ടും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സന്ധിയില്ലാ സമരം നടത്തുന്ന ഈ പ്രസ്ഥാനം അതിന്റെ പ്രതിബദ്ധതയിൽ നിന്ന് പുറകോട്ട് പോകില്ല. സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ, യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ, ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ E ജയൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ P സതീശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സംഗീത സന്ധ്യയിൽ TP യൂസഫ്, നാരായണൻകുട്ടി, മുഫീദ തുടങ്ങിയവർ പാട്ടുകൾ പാടി. ന്യൂസ് ബ്യൂറോ, താനൂർ.